ഓം നമ ശിവായ. 2025 മെയ് മാസം 18-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, ഇടവമാസം 4-ാം തീയതി രാത്രി 9:30 രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി കുംഭക്കൂറ് നക്ഷത്രക്കാരായ അവിട്ടം 3, 4 പാദക്കാർക്കും, ചതയം നക്ഷത്രക്കാർക്കും, പൂരുരുട്ടാതി നക്ഷത്രം 1, 2, 3 പാദങ്ങളിൽപ്പെട്ട നക്ഷത്രക്കാർക്കും രാഹു ജന്മഭാവം അഥവാ 1-ാം ഭാവത്തിലേക്കും കേതു 7-ാം ഭാവത്തിലേക്കും കടന്നിരിക്കുകയാണ്. രാഹുവിൻ്റെ സഞ്ചാര ഫലമായി ജാതകരുടെ സ്വജനങ്ങൾക്ക് പലവിധങ്ങളായ അരിഷ്ടതകൾ വന്ന് ഭവിക്കുകയും അല്ലെങ്കിൽ സ്വജനങ്ങളെ നഷ്ടപ്പെടുകയോ ചെയ്യുകയും ബന്ധുജനങ്ങൾക്ക് നാശം സംഭവിക്കുകയും ഭക്ഷ്യ വിഷബാധയോ സർപ്പ വിഷബാധയോ ഏൽക്കാനിടയാകുകയും ചെയ്യുന്നതാണ്. അതിനാൽ സാധാരണമല്ലാത്തതായ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുകയും രാത്രി സമയത്ത് വെളിച്ചമില്ലാതെയുള്ള സഞ്ചാരങ്ങളും ദുർഗമ മാർഗത്തിലൂടെയുള്ള സഞ്ചാരങ്ങളും യാത്രാക്ലേശ അനുഭവങ്ങൾ സമ്മാനിക്കാൻ ഇടയുള്ളതിനാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെയും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കേതുവിൻ്റെ 7-ാം ഭാവ സഞ്ചാരവും അനിഷ്ട ഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാകയാൽ കണ്ണുകൾക്ക് ചില രോഗബാധകളും മറ്റും കരുതി ഇരിക്കുകയും കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുവാൻ പര്യാപ്തമായ കുടുംബ കലഹങ്ങളും കരുതി ഇരിക്കേണ്ടതാണ്. കേതുവിൻ്റെ സഞ്ചാര ഭാവത്തിലും യാത്രാക്ലേശം പറയുന്നു എന്നതിനാൽ വിനോദ യാത്രകൾ പോലെയുള്ള സഞ്ചാരങ്ങൾ അനുകൂലമായ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്നതും നല്ലതാണ്. ദോഷ പരിഹാരമായി ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും. ഓം നമ ശിവായ. ഓം ഐം ഹ്രീം രാഹുവേ നമഃ. ഓം ഹ്രീം ഐം കേതുവേ നമഃ എന്നീ മന്ത്രജപങ്ങളും ഏറെ ഉത്തമമാണ്. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമ ശിവായ.